പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും കാണാതായ കാണിപ്പൊന്ന് കണ്ടെത്തിയത് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണെന്ന് പോലീസ്. വിഷുക്കണി ദർശനത്തിനായി എത്തിയ ഭക്തൻ കൈനീട്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് കാണിപ്പൊന്ന് വീട്ടിൽ കൊണ്ടുപോകുകയായിരുന്നു. തിരുവാഭരണത്തിനൊപ്പമുള്ള കാണിപ്പൊന്നാണ് ചെങ്ങന്നൂർ മുളക്കുന്ന് സ്വദേശി വീട്ടിൽ കൊണ്ടുപോയത്. ആദ്യ ഇൻവെസ്റ്റിഗേഷനിൽ തന്നെ നമുക്കതൊരു മോഷണ ശ്രമമല്ല എന്ന് മനസ്സിലായിട്ടുള്ളതാണ്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ആളെ തിരിച്ചറിഞ്ഞ് ആളിനെ പറ്റി അന്വേഷിച്ച ആൾക്ക് വേറെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുകളോ മറ്റ് മോഷണ കേസുകളോ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസോ ഇല്ലാത്ത ആളൊരു ഭക്തനാണ്. ആൾ വിഷുവിന് ക്ഷേത്രത്തിൽ തൊഴാനെത്തിയ സമയം ക്ഷേത്രത്തിലെ എല്ലാ ഭക്തന്മാരും കൈനീട്ടം ശ്രീകോവിലിന് മുമ്പിൽ നിന്ന് വാങ്ങുന്നു. അപ്പോൾ ആൾ രാജകൊട്ടാരത്തിൽ നിന്നുള്ള ക്യൂവിലാണ് നിന്നത്. അപ്പോൾ ആ ക്യൂവിൽ നിന്ന് കാണിപ്പൊന്ന് കൈപ്പറ്റി അദ്ദേഹം വിഷു കൈനീട്ടമാണെന്ന് തെറ്റിദ്ധരിച്ച് തൊഴുത് വീട്ടിലേക്ക് കൊണ്ടുപോകാനുണ്ടായി. പിന്നീട് നമ്മൾ വീട്ടിൽ ചെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിൻ്റെ പൂജാമുറിയിൽ നിന്ന് അത് നമുക്ക് തിരിച്ചെത്തി നൽകുകയും അത് നമ്മൾ ക്ഷേത്രം തന്ത്രിയെ കൊട്ടാരത്തിൻ്റെയും ദേവസ്വം ബോർഡിൻ്റെയും സാന്നിധ്യത്തിൽ ക്ഷേത്രം തന്ത്രിയെ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. പ്രവീൺ പുരുഷോത്തമൻ വിവരവുമായി. പ്രവീൺ, ഇപ്പോൾ അതൊരു അബദ്ധമാണ് എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഈ കാണിപ്പൊന്ന് കൊണ്ടുപോയ ആളെ നമുക്ക് കാണാൻ കഴിഞ്ഞോ? അദ്ദേഹത്തെ കാണിക്കുന്നതോ അദ്ദേഹത്തിന്റെ പേര് പറയുന്നതൊന്നും ശരിയല്ല. അദ്ദേഹത്തിന് പറ്റിയൊരു അബദ്ധമാണ്. അതേക്കുറിച്ച് നേരിട്ട് കേൾക്കാനായോ പ്രവീണിന്? എന്താ സംഭവിച്ചതെന്ന്? സ്മൃതി, അശ്വാരൂഢനായിട്ടുള്ള അയ്യപ്പൻ്റെ രൂപമാണ് ഈ കാണിപ്പൊന്ന് എന്നുള്ളത്. അത് സാധാരണ തിരുവാഭരണത്തിൻ്റെ കൂട്ടത്തിലാണ് അത് സൂക്ഷിക്കാറ്. വിശേഷ സന്ദർഭങ്ങളിൽ അത് പുറത്തേക്കെടുത്ത് ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം നൽകാറുണ്ട്. ഇന്ന് വിഷു ദിനമായതുകൊണ്ടാണ് തിരുവാഭരണവും ഒപ്പം തന്നെ ഈ ഒരു കാണിപ്പൊന്നും അത് കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തത്. അത് പന്തളം വലിയോക്കൽ ക്ഷേത്രത്തിൽ അത് ദർശനത്തിന് വെച്ചിരുന്നു. വിഷുക്കണി എന്നുള്ള രീതിയിലാണ് ഭക്തർ ദർശനം നടത്തുന്നത്. ഇന്ന് അവിടെ 2 ക്യൂ ആണ് ഉണ്ടായിരുന്നത്. ഒരു ക്യൂ സാധാരണ ഭക്തർക്കുള്ള ദർശനത്തിനുള്ള സൗകര്യം, മറ്റൊന്ന് പന്തളം കൊട്ടാരം അംഗങ്ങൾക്കായിട്ടുള്ള ഒരു ക്യൂ സംവിധാനമായിരുന്നു. ആ ക്യൂ സംവിധാനത്തിലാണ് ഈ ഭക്തൻ നിന്നിരുന്നത്. ആ ക്യൂവിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് പന്തളം കൊട്ടാരം അംഗങ്ങൾക്ക് ഈ കാണിപ്പൊന്ന് അത് കയ്യിൽ എടുത്ത് അത് വണങ്ങാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസരം ഇദ്ദേഹത്തിന് ലഭിച്ചു. പക്ഷേ അത് വിഷു കൈനീട്ടം എന്ന് കരുതി അദ്ദേഹം അത് അറിയാതെ പോക്കറ്റിലേക്ക് ഇട്ടു. നമ്മൾ നാണയമൊക്കെ വിഷു കൈനീട്ടം കിട്ടുമ്പോൾ സാധാരണ പോക്കറ്റിലേക്ക് ഇടാറുണ്ടല്ലോ. അങ്ങനെ അത് പോക്കറ്റിലിടുകയും അദ്ദേഹം ദർശനം നടത്തി വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നീടാണ് ഇത് കാണാനില്ല എന്നുള്ള വിവരം പോലീസിലേക്ക് അറിയിപ്പായി ലഭിച്ചത്. ഉടൻ തന്നെ പന്തളം പോലീസ് വിഷയത്തിൽ ഇടപെടുകയും ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്നടത്തുള്ള ആളാണെന്ന് മനസ്സിലാക്കുകയും നേരെ വീട്ടിലേക്ക് പോലീസ് ചെല്ലുകയുമായിരുന്നു. ആ സമയം ഈ ഭക്തൻ വീട്ടിലുണ്ടായിരുന്നു. കാര്യം പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഭക്തൻ പറഞ്ഞു. അങ്ങനെ പൂജാമുറിയിൽ സൂക്ഷിച്ചിരുന്ന ആ കാണിപ്പൊന്ന് തിരികെ പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഏതായാലും അദ്ദേഹം അല്പസമയത്തേക്ക് ഭയചകിതനായിപ്പോയി. കാരണം ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്നു. അതൊരു മോഷണം എന്നുള്ള രീതിയിലാണ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്. പക്ഷേ പോലീസ് തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നു, ഇദ്ദേഹം ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല, പോലീസ് കേസൊന്നും ഉള്ള ആളല്ല, ഭക്തൻ തന്നെയാണ്. രാവിലെ വിഷുക്കണി ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തി വിഷു കൈനീട്ടം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ആ കാണിപ്പൊന്ന് അദ്ദേഹം പോക്കറ്റിലിട്ട് വീട്ടിലേക്ക് പോയതാണ് എന്ന് പറഞ്ഞു. ഏതായാലും അദ്ദേഹത്തിന് മാനസികമായിട്ട് അല്പം വിഷമമുണ്ടായി. കാരണം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ CCTV ദൃശ്യങ്ങൾ പ്രചരിച്ചിരുന്ന ഒരു മോഷ്ടാവ് എന്നുള്ള രീതിയിലാണ് ആ ദൃശ്യങ്ങൾ പ്രചരിച്ചത്. ഏതായാലും പോലീസിനും ബോധ്യപ്പെട്ടിരിക്കുകയാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.